നമ്മളിന്ന് വായിച്ചത് 126 സങ്കീർത്തനമാണ്. 126 സങ്കീർത്തനത്തിലെ 5ഉം 6ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും, വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരുന്നു. വേറൊരു തിരുവചന ഭാഗം കൂടെ നമുക്ക് വായിക്കാം. ഹോശേയ പ്രവചനം 6:11. യഹൂദേ, ഞാൻ എന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. യഹൂദേ, ഞാൻ എന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ധാരാളമായ നിലയിൽ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വചനത്തിലൂടെ സംസാരിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. യഹൂദേ, ഞാൻ എന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. ഈ വേദഭാഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായി, ദൈവം ധ്യാനിക്കാനായി പോകുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ദൈവം യഹൂദയെ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് തോന്നും യഹൂദ കർത്തൃസന്നിധി ചെയ്ത പാപങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കുറ്റപ്പെടുത്തലിന്റെ ഭാഷ ഉപയോഗിക്കേണ്ടതാണ്. ഇവിടെ ഹോശേയയുടെ പുസ്തകത്തിന്റെ പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ ദൈവം അവിടെ പറയുന്നതായ കാര്യം, യഹൂദേ വളരെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. ഒരു പിതാവ് സ്വന്തം മകനെ പേരെടുത്ത് വിളിക്കുന്നത് പോലെ ദൈവം തന്റെ ജനത്തെ വിളിക്കുകയാണ്. വ്യക്തിപരമായി വിളിക്കുന്നത് പോലെയാണ്. യഹൂദന്മാരെ എന്നല്ല ദൈവം വിളിക്കുന്നത്, യഹൂദയെ എന്നാണ് വ്യക്തിപരമായി വിളിക്കുന്ന ദൈവം. ഒരു വേദനയുടെ അനുഭവത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ദൈവം നമ്മെ വിളിക്കുന്നത് വ്യക്തിപരമായിട്ടാണ്. നമ്മൾ ഒരിക്കൽ ചിലപ്പോൾ നമ്മൾ സമൂഹത്തിലായിരിക്കാം ഉള്ളത്. നമ്മുടെ സമൂഹത്തിൽ ഇരുന്നാൽ നമുക്കറിയാമല്ലോ, സക്കായി ഒരു സമൂഹത്തിന്റെ ഭാഗമാണ്. ഒരു വലിയ ജനക്കൂട്ടം യേശുവിന്റെ നമ്മുടെ കർത്താവിന്റെ ഒപ്പം ഉണ്ടായി. ആ ജനക്കൂട്ടത്തെ കണ്ടുകൊണ്ടാണ് സക്കായി മരത്തിൽ കയറിയത്. പക്ഷെ കർത്താവ് ആ ജനക്കൂട്ടത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട്, കാട്ടത്തിയുടെ കീഴിൽ നിന്നുകൊണ്ട് സക്കായിയെ പേരെടുത്താണ് വിളിക്കുന്നത്. നീ വേഗം ഇറങ്ങി വരിക. ഇതുപോലെയാണ് പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണുനീരിന്റെ നടുവിൽ, വേദനയുടെ നടുവിൽ പേര് മറക്കാത്ത ഒരു ദൈവം നമുക്കുണ്ട്. കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ആരൊക്കെ നിന്നെ മറന്നുപോയാലും, ചിലപ്പോൾ പറയാറുണ്ട്, എന്നെ മറന്നുപോയി, എന്റെ പ്രയാസം വന്നപ്പോ മറന്നുപോയി. ദാവീദ് പോലും പറഞ്ഞു, എന്റെ അപ്പനും അമ്മയും ഒരു മരിച്ചവനെ പോലെ മറന്നുപോയി. എല്ലാവരും എന്നെ മറന്നുപോയി, സഹോദരങ്ങൾ എല്ലാവരും എന്നെ മറന്നുപോയി, എല്ലാവരും എന്നെ മറന്നുപോയി. പക്ഷേ അവിടെയും ദൈവം ദാവീദിനെ പേര് ചൊല്ലി വിളിച്ച് ആമേൻ ആമേൻ അഭിഷേക തൈലം തന്റെ സഹോദരന്മാരുടെ മധ്യേ തലയിൽ ഒഴിച്ച് ആമേൻ അഭിഷേകം ചെയ്ത ഒരു കർത്താവുണ്ട്. സഹോദരന്മാരെല്ലാവരും യോസഫിനെ മറന്നുപോയി, അല്ലെങ്കിൽ അപ്പൻ മറന്നില്ല. പക്ഷെ സഹോദരന്മാരെല്ലാവരും മറന്നുപോയി. ഒരിക്കലും തിരിച്ചു വരില്ല എന്ന്, ഒരിക്കലും ജീവനോടില്ലെന്നും ചിന്തിച്ചതായിരിക്കുന്ന യോസഫിനെ ദൈവം എപ്പോഴും ഓർത്തുകൊണ്ടിരുന്നു. എന്നാൽ പ്രത്യേകമായിട്ട് ഓർത്തപ്പോൾ ജയിലിൽ നിന്ന് ആമേൻ ഫറവോന്റെ കൊട്ടാരത്തിലെത്തി. ആമേൻ. നിന്നെ ദൈവം എപ്പോഴും ഓർക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴും നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ദൈവം നിന്നെ വിശ്വസിച്ചാലൊരു വിളിയുണ്ട്. യഹൂദേ, ദൈവം വിശ്വസിച്ചാലുള്ള വിളിയാണ്. യഹൂദേ, ഞാൻ എന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്ക് നഷ്ടം വരുമെന്നല്ല,
നീ ചെയ്ത കുറ്റങ്ങളും പാപങ്ങളും ഒക്കെ എന്റെ മുമ്പിലുണ്ട്. പക്ഷേ എന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ അതെല്ലാം മറന്നിട്ട് ഞാൻ നിനക്കും, ആമേൻ, നീ ഇതിന് അർഹതയല്ല, ആമേൻ, അർഹതയല്ല. നിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ, നിന്റെ ചിന്താഗതികൾ വെച്ച് നോക്കുമ്പോൾ, നിന്റെ പ്രവൃത്തി വെച്ച് നോക്കുമ്പോൾ ഇതിനൊന്നും നീ അർഹതയുള്ള വ്യക്തിയല്ല. പക്ഷെ എങ്കിലും എന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഞാൻ നിന്നെ മറക്കുകയില്ല, നിനക്കും ഒരു കൊയ്ത്തിയാൻ വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കൊയ്യുമ്പോൾ, എല്ലാവരും ആർപ്പോടെ കറ്റ ചുമന്നുകൊണ്ട് വരുമ്പോൾ, എല്ലാവരും കൊയ്തുകൊണ്ട് വരുമ്പോൾ, എല്ലാവരും ആർപ്പോടെ വരുമ്പോൾ, എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വരുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത്. നീ വെറും കൈയായിട്ട് വരില്ലെന്ന്, നീ പാടത്തിൽ നിന്ന് വെറും കൈയായിട്ട് വരില്ല, നീ കരഞ്ഞുകൊണ്ട് വരില്ല, എനിക്ക് ദൈവം തന്നില്ലെന്ന് പറഞ്ഞ് വരില്ല, നിനക്കും ഒരു കൊയ്ത്ത്. വല്ലവരും കൊയ്ത് വച്ചേക്കുന്നതിനല്ല, ബോവസിന്റെ വയലിൽ നിന്ന് ഔദാര്യത്തോടു കൂടെ കൊണ്ടുവരുന്ന രൂത്തിന്റെ കറ്റ പോലെയല്ല. നിനക്ക് ഒരു കൊയ്ത്ത്, നിന്റെ ഒരു കൊയ്ത്ത്, നിന്റെ നിലത്തു നിന്നുള്ളൊരു കൊയ്ത്ത്, നിന്റെ പറമ്പിൽ നിന്നുള്ളൊരു കൊയ്ത്ത്, നിന്റേതായിട്ടുള്ളൊരു കൊയ്ത്ത്, നിന്റെ മക്കൾക്ക് അവകാശമായിട്ടൊരു കൊയ്ത്ത്, നിന്റെ തലമുറയ്ക്ക് അവകാശമായിട്ടൊരു കൊയ്ത്ത് ഞാൻ നിനക്ക് വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നീ കാലമറക്കാൻ പോകുന്നല്ല കർത്താവ് പറഞ്ഞത്, നിനക്കും ഒരു കൊയ്ത്തുണ്ട്. ഇസ്രായേലാണ് ദൈവത്തിന്റെ ആദ്യം അകന്ന് മാറിയത്. വടക്കേ രാജ്യം, തെക്കേ രാജ്യമായിരിക്കുന്ന യഹൂദ 100 വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും പ്രവാസത്തിലേക്ക് പോവുകയാണ്. പക്ഷെ ദൈവം പറയുന്നു, ഞാൻ നിന്നെ മറന്നിട്ടില്ല. നീ വിചാരിക്കുന്നു ഞാൻ നിന്നെ മറന്നുപോയെന്ന്, നീ വിചാരിക്കുന്നു ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന്, നീ വിചാരിക്കുന്നു ഞാൻ നിന്നെ കരുതുന്നില്ലെന്ന്. പക്ഷെ എന്റെ പ്രിയന് ഞാൻ ഉറക്കത്തിൽ കൊടുക്കുന്ന ദൈവമാണ്. വിചാരിക്കാത്ത സമയത്ത് നന്മ നൽകുന്ന ദൈവമാണ്. വിചാരിക്കാത്ത സമയത്ത് നന്മ ഒരുക്കുന്ന ദൈവമാണ്. വിചാരിക്കാത്ത സമയത്ത് കരുതുന്ന ദൈവത്തെ നീ കാണും. പ്രൈസ് ദി ലോർഡ്. നിനക്കായും, നിന്റെ അവസ്ഥ എനിക്കറിയാം, നിനക്കായും ഞാനൊരു സമയം ഒരുക്കിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. എനിക്കായിട്ടും ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. എനിക്കായിട്ട് ഒരു കൊയ്ത്ത് ദൈവം വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവർക്ക് മാത്രമല്ല, യഹൂദേ, നിനക്കും ഒരു കൊയ്ത്തുണ്ട്. നിനക്കും നിന്റെ വീട്ടിനും നിന്റെ ജീവിതത്തിലും നിന്റെ കണ്ണുനീരിനും ദൈവം ഒരു കൊയ്ത്ത് ഒരുക്കിയിട്ടുണ്ട്. നിന്നെ മാത്രം അനുഗ്രഹിച്ച് ശ്രേഷ്ഠമാക്കുകയല്ല, നിന്റെ തലമുറയെ ഞാൻ അനുഗ്രഹിക്കും. നിന്റെ സഭയെ മാത്രമല്ല, നിന്റെ കുടുംബത്തിനെ ഞാൻ അനുഗ്രഹിക്കും. നിന്റെ വീടിനെ ദൈവം അനുഗ്രഹിക്കും. അവിടെ ഒരു കൊയ്ത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ദൈവം ഒരു ജനക്കൂട്ടത്തെ ആയിട്ടല്ല കാണുന്നത്. ജനക്കൂട്ടത്തിൽ നിൽക്കുന്ന ഓരോ വ്യക്തിയുടെയും അവസ്ഥ ദൈവത്തിനറിയാം. കണ്ണുനീര് ദൈവത്തിനറിയാം. വേദന ദൈവത്തിനറിയാം. ഭാര ദൈവത്തിനറിയാം. ഇവിടെ വന്നിരിക്കുന്ന ആളുകളുടെ ഭാരങ്ങളൊന്നും മറ്റാർക്കും അറിയില്ല. ഒരുപക്ഷെ വീട്ടിലുള്ളവർക്കറിയാമായിരിക്കാം. പക്ഷെ എനിക്കറിയാം മനസ്സിന്റെ ഭാരങ്ങളും വേദനകളും. ചില ഭർത്താക്കന്മാരുണ്ട്, വലിയ കടഭാരത്തിലൂടെയാണ് പോകുന്നത്, വലിയ പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്. ഭാര്യയെ കുഞ്ഞുങ്ങളെ ഒന്നും അറിയിക്കാതെ എല്ലാ നൊമ്പരങ്ങളും ഉള്ളിൽ വെച്ച് എല്ലാം ഒതുക്കി വെച്ച് അവസാനമാണ് ഭാര്യയും കുഞ്ഞുങ്ങളും അറിയുന്നത് വലിയൊരു പ്രശ്നത്തിലാണ് തന്റെ ജീവിത പങ്കാളിയെന്ന്. അങ്ങനെ പോരാ. ഞാനെപ്പോഴും പറയാറുണ്ട്, നന്മ കിട്ടിയാലും അത് ഭാര്യ അറിയണം, കുഞ്ഞുങ്ങൾ അറിയണം. നഷ്ടം വന്നാലും കടം വന്നാലും സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാലും വീട്ടിലെല്ലാവരും അറിയണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പിന്നാണ് അറിഞ്ഞത്, ഞാൻ ഒരു മരണത്തിന് വേണ്ടി പോയെന്ന് നമുക്ക് ഓർമ്മയുണ്ടാകും. ഇവിടെ
എവിടെയാ? പിന്നെ ഒരു ദേവദാസൻ നിത്യതയെ ചേർക്കപ്പെട്ടു ചേപ്പാൻ. അപ്പൊ എന്നെ വിളിച്ചു ചോദിച്ചു, 150 രൂപ വേണം. ഞാൻ വലിയ കാര്യത്തിൽ 150 രൂപ അയക്കുകയാണ്. 150 രൂപ അയക്കാൻ നോക്കിയിട്ട് പോകുന്നില്ല, ബാലൻസ് ഇല്ലെന്ന് കാണിക്കും. ബാലൻസ് ഇല്ലാത്ത കാര്യം ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചത്. ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് 5 രൂപയോ മാത്രമേ ഉള്ളൂ ബാലൻസ്. പിന്നെ അങ്ങനെ പോകും. ആമേൻ. ഞാൻ പറഞ്ഞു പൈസ ഇപ്പൊ ഇല്ല, പിന്നീട് ഞാൻ പറഞ്ഞു നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിലും ജീവിത പങ്കാളിയാണെങ്കിലും ബുദ്ധിമുട്ടുകൾ അറിയണം, പ്രയാസങ്ങൾ അറിയണം, വേദനകൾ അറിയണം. അവർക്കൊരു കരുതലുണ്ടായിരിക്കണം. നാളെ തന്റെ ഭർത്താവ് അനുഭവിക്കുന്ന വേദന എന്താണെന്ന് ഭാര്യ അറിയണം. എന്നാലേ അവർ പ്രാർത്ഥിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ അവര് ചെലവിലിരിക്കുകയുള്ളൂ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത് ദൈവം ഓരോരുത്തരെയും കാണും. പക്ഷേ സ്വന്തം ഭർത്താവിന്റെ വേദന ഭാര്യയോട് പറയാൻ ഭർത്താക്കന്മാര് തയ്യാറാകണം. നിനക്കൊന്നുമില്ലെന്ന് ലോകം പറഞ്ഞാൽ ദൈവം പറയുന്നു, എല്ലാവരും പറയാം നിനക്കൊന്നുമില്ല, നിനക്ക് എന്താ ഉള്ളേ? നീ ഇത്ര നാള് ചർച്ചിൽ പോയി പ്രാർത്ഥിച്ച് ആരാധിച്ചിട്ട് നിനക്ക് എന്താ ഉള്ളേ? എന്താ നിനക്കുള്ളേ? ഇത് എന്നോട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ച, ഇത്രയും നാള് നീ വേദപുസ്തകമായിട്ട് നടന്നിട്ട് നിനക്ക് എന്തോ ഉണ്ട്? ആമേൻ. നിനക്ക് എന്താ ഉള്ളേ? നീ എന്തെങ്കിലും സമ്പാദിച്ചോ? ഞാൻ പറഞ്ഞു സമ്പാദിക്കാനൊന്നും അല്ല ഒരു ദൈവദാസനായി തീർന്നു. ദൈവം എന്തെങ്കിലും തന്നാൽ ഓക്കെ. ഇന്നും ദൈവം നിന്നോട് ചോദിക്കാമേ, മനുഷ്യർ നിന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നീ ഇത്രയും നാൾ പ്രാർത്ഥിച്ചത് നിനക്ക് എന്താ ഉള്ളത്? നീ എവിടെയാ ഉള്ളത്? നിന്റെ കാര്യങ്ങൾ എന്താ നടക്കാത്തത്? എന്താ ഈ പ്രതിസന്ധി വന്നത്? പക്ഷെ കർത്താവ് പറയുന്നു, നിനക്കും ഞാനൊരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട്. ഈ കൊയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രാവിലെ പോയിട്ടൊന്ന് കൊയ്യുകയല്ല കേട്ടോ. ഇവിടെ നിലം കിടപ്പുണ്ടല്ലോ, വയലുണ്ട് നമ്മുടെ ചർച്ചിന് അപ്പുറത്തായിട്ട്. നമുക്കൊക്കെ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും വയലുള്ളവരാണ്. ഇപ്പോഴും വയലുണ്ട്, സ്വന്തമായ വയലുണ്ട്, വിലയൊന്നുമില്ലെന്ന് മാത്രമേ ഉള്ളൂ പലർക്കും. പക്ഷെ ഒരു ദിവസം ചെന്ന് രാവിലെ ചെന്ന് ജോലിക്കാരെ എല്ലാം വിളിച്ച്, ഇപ്പം പിന്നെ കൊയ്യുന്ന മെഷീനാണല്ലോ, കൊയ്ത്ത് മെഷീനൊക്കെ വിളിച്ച് അവൻ കൊയ്യാൻ ഇറങ്ങുന്നതാണോ? അല്ല, അതിനൊരു വിതയുടെ ഒരു ദിവസമുണ്ട്. നമ്മൾ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് കൊയ്യുകയല്ല. അതിനർത്ഥം ഒരിക്കൽ വിതച്ചതായിരിക്കുന്ന വിത്ത് മണ്ണിന്റെ അടിയിൽ ആരും കാണാത്തെ ആമീൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. കരയുയർത്തി സ്തോത്രം ചെയ്താട്ടെ. നിന്റെ കണ്ണുനീര് ആരും കാണാത്ത നിന്റെ കണ്ണുനീര് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ആമീൻ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ കരമൊന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നിന്റെ ഉപവാസ പ്രാർത്ഥന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നിന്റെ കണ്ണുനീര് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നീ നാളുകളായി വിതയ്ക്കുന്ന കണ്ണുനീര്, നീ നാളുകളായി വിതയ്ക്കുന്ന പ്രാർത്ഥന, നീ നാളുകളായി വിതയ്ക്കുന്ന നെടുവീർപ്പ്, നീ നാളുകളായി വിതയ്ക്കുന്ന വിശ്വാസത്തിന്റെ വാക്കുകൾ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നീ കാണുന്നില്ല, ലോകം കാണുന്നില്ല, മനുഷ്യർ കാണുന്നില്ല. പക്ഷെ മണ്ണിന്റെ അടിയിൽ മറഞ്ഞിരുന്നു കൊണ്ട് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വിശുദ്ധ വേദപുസ്തകം പറയുന്നു, വെറും ഒരു ധാന്യമല്ല കൊയ്ത്ത്. ആ കൊയ്ത്തിന്റെ പിന്നിൽ ചില കാര്യങ്ങളുണ്ട്, നമ്മൾ അതിലേക്ക് പോകും. എന്നാൽ കൊയ്ത്തിന് പിന്നിൽ ഒത്തിരി പ്രക്രിയകൾ നടക്കുന്നുണ്ട്. എന്നാൽ ആരും കാണാത്ത ചില പ്രക്രിയകളുണ്ട്, അല്ലെ? ആരും കാണാത്ത ചില പ്രക്രിയ. കൊയ്ത്ത് നില ഉഴുന്നത് കാണാം, കളപറിക്കുന്നത് കാണാം, നില ഒരുക്കുന്നത് കാണാം, വിത്ത് വിതയ്ക്കുന്നത് കാണാം, പിന്നീട് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നത് കാണാം, ഇടയ്ക്കിടയ്ക്ക് കളപറിക്കുന്നത് കാണാം, ഇടയ്ക്കിടയ്ക്ക് മരുന്ന് അടിക്കാറുണ്ട്. ഇതൊക്കെ ആളുകൾ കാണാം. പക്ഷെ ആരും കാണാത്ത ചില കാര്യങ്ങളുണ്ട് ഒരു വിതയ്ക്ക് പിന്നിൽ. ഒന്ന് പ്രാർത്ഥനയുടെ ഫലമാണ്. ഒരു വിതക്കാരൻ വിത്ത് വിതച്ചു കഴിഞ്ഞാൽ അവൻ ബദ്ധനാണെങ്കിൽ നല്ല ഒരു വിളവിന് വേണ്ടി അവൻ ദൈവത്തിന് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ കൈകളുടെ പ്രയത്നങ്ങളെ
നിന്റെ കൈകളുടെ അധ്വാന ഫലത്തെ നീ ഭക്ഷിക്കുമെന്ന് ദൈവത്തിന്റെ വചനമുണ്ട്. നിന്റെ കൈകൾ അധ്വാന ഫലത്തെ നീ ഭക്ഷിക്കണമെങ്കിൽ ദൈവത്തിന്റെ പൈതലേ, നിന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് നീ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയില്ലാതെ നിനക്ക് സ്ഥിരമായിട്ട് കൊയ്യാൻ പറ്റില്ല. പ്രാർത്ഥനയില്ലാതെ നീ സ്ഥിരമായിട്ട് അനുഭവങ്ങൾ പ്രാപിക്കാൻ നിനക്ക് പറ്റില്ല. കരയുയർത്തി സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. കണ്ണുനീരിന്റെ പ്രതിഫലം. രണ്ടാമത്തതായ കാര്യം കാത്തിരിപ്പിന്റെ അനുഗ്രഹം. വിത്ത് വിതച്ചാൽ ഉടനെ പണ്ട് കുരങ്ങ് കപ്പ നട്ടതുപോലെ എല്ലാ ദിവസവും പോയിട്ട് വേര് വന്നോ കപ്പ കിട്ടുമെന്ന് വെച്ച് മാന്തി നോക്കുന്നത് പോലെ വിതയ്ക്കുന്ന വിത്ത് എല്ലാ ദിവസവും പോയി പിഴുതു നോക്കുന്നില്ല. മറിച്ച് അതിനകത്ത് ഒരു കാത്തിരിപ്പിന്റെ സമയമുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഒരു കാത്തിരിപ്പിന്റെ സമയമുണ്ട്. വാഗ്ദത്തം നീ വിതച്ചാൽ അതിന്റെ ഒരു കാത്തിരിപ്പിന്റെ സമയമുണ്ട്. നിന്റെ മക്കളിൽ നീ വാഗ്ദത്തം നിറച്ചാൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു മനുഷ്യനെ കുറിച്ച്, വർക്കിച്ചൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് കഥ നിങ്ങളോട് പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അവന് വേണ്ടത്ര വിദ്യാഭ്യാസമല്ല, എല്ലാം പരാജയമാണ്. പഠിക്കാൻ പോകാൻ പറ്റിയില്ല, വീട്ടിലെ സാഹചര്യങ്ങളൊന്നുമില്ല. അവൻ ഏതോ ഒരു മീറ്റിംഗ് ഞാൻ പ്രസംഗിച്ചു ഈ അടുത്ത സമയത്ത്, ശുശ്രൂഷപ്പോൾ ആ കഥ പറഞ്ഞതാണ്. എല്ലാവരും പറഞ്ഞു നീ ശൂന്യമാണ്, നീ ശൂന്യമാണ്, 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 എല്ലാവരും പറഞ്ഞു. പക്ഷെ അവന്റെ അമ്മ പറഞ്ഞു നീ ശൂന്യമാകാൻ ദൈവം അനുവദിക്കുകയില്ല. ദൈവം നിന്റെ ശൂന്യതയെ നിറയ്ക്കും. ആ വിശ്വാസത്തിന്റെ വാക്ക് അവൻ കേട്ട വളർന്നപ്പോ, ബാക്കിയുള്ള സംഭവങ്ങൾ ഞാനത് പറഞ്ഞതാണ്. ഒരു മനുഷ്യൻ വഴിയരികിൽ കിടന്ന ഒരു മനുഷ്യൻ, അവൻ എപ്പോഴും ആളുകൾക്ക് നന്മ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അവൻ വഴിയരികിൽ കിടന്ന ഒരു മനുഷ്യൻ, എല്ലാവരും മാറിപ്പോയപ്പോഴും വഴിയരികിൽ കിടന്ന ഒരു മനുഷ്യനെ അവന്റെ അടുത്ത് ശുശ്രൂഷിച്ചു. ആ മനുഷ്യൻ വലിയ സമ്പന്നനായിരുന്നു. അവനോട് ചോദിച്ചു നിനക്ക് എന്ത് വേണം? അപ്പോൾ പറഞ്ഞു എനിക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തന്നാൽ മതി. അദ്ദേഹത്തിന്റെ കമ്പനി ജോലി നൽകി പടിപടിയായിട്ട് ഉയർത്തി അവസാനം ആ സ്ഥാപനത്തിന്റെ മൊത്തം അധികാരിയായി അവൻ മാറി എന്നുള്ള ഒരു കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞത് പലർക്കും ഓർമ്മയുണ്ടാകും. എന്താണ് അതിന്റെ കാര്യം? ഒരമ്മ വിശ്വാസത്തിന്റെ വാക്ക് വിതച്ചുകൊണ്ടിരുന്നു. നാട്ടുകാരെല്ലാം പറഞ്ഞു കൊള്ളില്ലെന്ന്, നാട്ടുകാരെല്ലാം പറഞ്ഞു ശൂന്യമാകുമെന്ന്, നാട്ടുകാരെല്ലാം പറഞ്ഞു ഒന്നിനും കൊള്ളില്ലെന്ന്, നാട്ടുകാരെല്ലാം പറഞ്ഞു ഇനി അവനെ നോക്കണ്ട എന്ന്. ആമേൻ. പക്ഷെ ദൈവം പറഞ്ഞു ഞാൻ അവനെ കുറിച്ചൊരു കരുതലുണ്ട്. അവന്റെ അമ്മ പറഞ്ഞു നീ ശൂന്യമല്ല. അമ്മ വിതച്ച വിത്ത് അവന്റെ ഹൃദയത്തിൽ വളർന്നത് കൊണ്ടാണ് അവന് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. പ്രിയമുള്ള മാതാപിതാക്കളെ, നിങ്ങളുടെ ഭവനത്തിൽ പ്രതിസന്ധികൾ വരാം, പോരായ്മകൾ വരാം, പ്രതിസന്ധികൾ വരാം. അവർ പക്ഷേ കുഞ്ഞുങ്ങൾ പരീക്ഷയിൽ തോറ്റുപോയെന്ന് വരാം, പ്രതീക്ഷിക്കുന്ന നിലയിൽ അവർ പഠിച്ചില്ലെന്ന് വരാം, പ്രതീക്ഷിക്കുന്ന മാർക്ക് ലഭിച്ചില്ലെന്ന് വരാം. പക്ഷെ നിന്റെ കുഞ്ഞ് ശൂന്യമാകുക, ശൂന്യമാണ് എന്നുള്ള വാക്ക് നീ പറയരുത്. നീ വിശ്വാസത്തോടെ നിന്റെ കുഞ്ഞിന്റെ അകത്ത് വചനം വിതയ്ക്ക്, പ്രത്യാശ വിതയ്ക്ക്, വിശ്വാസം വിതയ്ക്ക്. ആമേൻ. തിമോഥെയോസിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ അവന്റെ അമ്മയെ കുറിച്ച്, വല്യമ്മയെ കുറിച്ചുള്ള വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞ് നമുക്ക് ഓർമ്മയുണ്ടാകും. അവന് വിതച്ച വിശ്വാസം. അപ്പ യവനനായിരുന്നു, അദ്ദേഹത്തിന് വിശ്വാസമില്ലായിരുന്നു. പക്ഷെ അമ്മയ്ക്കും വലിയമ്മയ്ക്കും ഉള്ള വിശ്വാസം തിമോഥെയോസിന്റെ ഹൃദയത്തിൽ വിതച്ചപ്പോൾ, പൗലോസിന്റെ കൂടെ ചേർന്നപ്പോൾ, ആമേൻ, തിമോഥെയോസ് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ശക്തനായ ഒരു മനുഷ്യനായി മാറി, ഫലശൂന്യമായി മാറിയില്ല. പിന്നീട് ഈ തിമോഥെയോസ് കാരണം പൗലോസിന് ഒത്തിരി പ്രയാസങ്ങളൊക്കെ വന്നു. അത് മറ്റൊരു വിഷയമായതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പോൾ ഒന്ന്, കൊയ്ത്തെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ ഫലമാണ്. രണ്ട്, പറയാമോ, കണ്ണുനീരിന്റെ പ്രതിഫലമാണ്. മൂന്ന്, കാത്തിരിപ്പിന്റെ അനുഗ്രഹമാണ്. നാല്, വിശ്വാസത്തിന്റെ അളവാണ്. ഈ യഹൂദന്മാര് വിത്ത് വിതയ്ക്കുന്നതിനെ കുറിച്ച് ഞാൻ പറയാം. പടിപടിയായിട്ട് ഞാൻ ആ വിഷയത്തെ കുറിച്ച് പറയാം. അത് പറഞ്ഞു വരുമ്പോൾ വിശ്വാസത്തിന്റെ വിളവാണ് എന്നുള്ളത് എന്താണ് അർത്ഥമാക്കിയിരിക്കുന്നത് ഞാൻ താഴേക്ക് വരുമ്പോൾ അത് പറയാം. വിശ്വാസത്തിന്റെ വിളവാണ്. വിത്ത് വിതച്ചാൽ ഫലം ലഭിക്കുമോ എന്നുള്ള വിശ്വാസം. ഞാനത് വിശദീകരിച്ചു പറയാം.
മറിച്ച് അടുത്ത ദുഃഖത്തിന് ശേഷമുള്ള സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. ദുഃഖത്തിന് ശേഷമുള്ള, ചിലർ പട്ടിണിയായിരിക്കാം, നാളത്തേക്കുള്ള ഭക്ഷണത്തിന്റെ വിതയ്ക്കുമ്പോ കുഞ്ഞുങ്ങൾ ചോദിക്കും, നമുക്ക് നാളെ എന്താ കഴിക്കാനുള്ളേ? ഒന്നുമില്ല കുഞ്ഞെ, ഒന്നുമില്ല. എന്നാ നമുക്ക് ഇതെടുത്ത് കഞ്ഞി വെച്ചൂടെ, നെല്ലെടുത്ത് പുഴുങ്ങി കഞ്ഞി വെച്ചൂടെ? അപ്പൊ അമ്മയപ്പനും പറയാം, അങ്ങനെ അല്ല മോനെ, ഇത് ഇന്ന് കഞ്ഞി വെച്ചാ നാളെ ഇത് തീരും. പക്ഷേ ഈ വിത്തെന്ന് പറയുന്നത് ഇത് വിശ്വാസമാണ്. എന്താ അമ്മ വിശ്വാസം? എന്താ അപ്പ വിശ്വാസം? ആ വിശ്വാസം എന്ന് പറയുന്നത്, മോനെ, ഈ കാണുന്ന ഒരു നനി നീ കണ്ടോ? ഒരു നെല്ല്, ഒരു ഗോതമ്പ് മണി എന്നാണ്. നമ്മളിത് വിതച്ചു കഴിഞ്ഞാൽ ഈ ഗോതമ്പ് മണി 1000 ഗോതമ്പ് മണിയായി മാറാൻ പോവുകയാണ്. അതാണ് വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. വിതയ്ക്കുന്ന വിതക്കാരൻ ഒരു ഗോതമ്പ് മണിയല്ല കാണുന്നത്, ഒരു നെല്ലല്ല കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. വിതയ്ക്കുന്ന വിതക്കാരൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെടുമ്പോഴും വിത്തിന് വേണ്ടി നെല്ല് മാറ്റി വയ്ക്കുമ്പോഴും ആ ഒരു നെല്ലിൽ 1000കണക്കിന് മണികളാണ് വിശ്വാസത്തിൽ കാണുന്നത്. കാണുന്നത് കൺമുമ്പിൽ കാണാനില്ല, പക്ഷെ വിശ്വാസത്തിൽ കാണുകയാണ്. ദൈവത്തിന്റെ കുഞ്ഞെ, നിന്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു കൈപ്പത്തിയോളമുള്ള മേഘമയുള്ളായിരിക്കാം, പക്ഷെ വലിയ ഒരു മഴയുടെ മേഘം ആകാശത്ത് കാണാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നീ കാണുന്നത് ഒരു നെൽമണി മാത്രമേ നിന്റെ കയ്യിലുള്ളൂ, പക്ഷെ നീ വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, ഞാൻ ആയിരക്കണക്കിന് കതിരുള്ള, ആയിരക്കണക്കിന് നെൽമണികളുള്ള ഒരു കതിര്, ഒരു നെൽച്ചെടി ഞാൻ കാണുകയാണ്. അതാണ് വിശ്വാസം, വിശ്വാസത്തിന്റെ വിളവ് എന്ന് പറയുന്നത്. ദുഃഖത്തിന് ശേഷമുള്ള സന്തോഷം. നമ്മളിപ്പോ പറഞ്ഞ കാര്യം മറക്കരുത്. ആമേൻ. വിശുദ്ധ വേദപുസ്തകത്തിൽ കൊയ്ത്തെന്ന് പറയുന്നത് ഒരു ധാന്യമല്ല. ഒന്ന്, പ്രാർത്ഥനയുടെ ഫലം. 2, കണ്ണുനീരിന്റെ പ്രതിഫലം. 3, കാത്തിരിപ്പിന്റെ അനുഗ്രഹം. 4, വിശ്വാസത്തിന്റെ വിളവ്. 5, ദുഃഖത്തിന് ശേഷമുള്ള സന്തോഷം. കണ്ണുനീരോട് വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം ഇതാണ്. ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ഇസ്രായേൽ ജനത്തിന്റെ അനുഭവമാണ്. ഇസ്രായേൽ ജനങ്ങൾ പാപം കാരണം അവർ പ്രവാസത്തിലേക്ക് പോയി. അവർ ബാബിലോണിൽ അടിമകളായി തീർന്നു, കൊണ്ടുപോകപ്പെട്ടു. വർഷങ്ങൾ, 70 വർഷങ്ങൾ അവർ അന്യദേശത്ത് ദുഃഖത്തിലും അപമാനത്തിലും കണ്ണുനീരിലും ജീവിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സമയമായപ്പോൾ ദൈവം അവരുടെ മേലുള്ള വാഗ്ദത്തം ഓർത്തു. എന്ന് പറഞ്ഞാൽ അന്യദേശത്ത് അവർ ദുഃഖത്തിലായിരിക്കുമ്പോഴും അവർ കണ്ണുനീർ വിതച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പ്രവാസത്തിൽ നിന്ന് വരുന്നതായി ദൈവജനം പറഞ്ഞു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. ദുഃഖത്തിന് നടുവിൽ ബാബിലോണിൽ അവർ കണ്ണുനീരോടെ വിതച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവം അവർക്ക് നൽകിയ വാഗ്ദത്തങ്ങളിൽ കണ്ണുനീരോടെ വിതച്ചു. ഞാന് ചിന്തിക്കുന്ന ഒരു കാര്യം, അന്ന് യെരൂശലേമിൽ താമസിച്ചിരുന്ന യഹൂദന്മാരെക്കാൾ ബാബിലോണിൽ താമസിച്ചവരാണ് ആത്മീയമായി ഉയർന്നത്. യഹൂദ സിനഗോഗുകളുടെയൊക്കെ ആരംഭം ബാബിലോണിലായിരുന്നു, ബാബേൽ പ്രവാസത്തിലായിരുന്നു. കാരണം അവർക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള ആലയം തകർക്കപ്പെട്ടു. നെബൂഖദ്നേസർ വന്ന് തകർത്തു കളഞ്ഞു. പിന്നെ അവർക്ക് ആലയമില്ല, യാഗമില്ല. അതുകൊണ്ട് അവർ ചെറിയ ചെറിയ പള്ളികൾ ആരംഭിച്ചു. ആ ഒരു പള്ളിയെ കുറിച്ചാണ് ഞാൻ 1600 സ്ഥാപിതമായിരിക്കുന്ന യഹൂദ സിനഗോഗ്, അതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അങ്ങനെ പള്ളികൾ സ്ഥാപിച്ചു. അവർ ആത്മീയമായി വളർന്നു. ബാബിലോണിൽ ദുഃഖം, പ്രയാസം വന്നപ്പോൾ, അടിമത്തത്തിലേക്ക് പോയപ്പോൾ, അന്യദേശത്തായിരുന്നപ്പോൾ അവിടെ വിശ്വാസം വർദ്ധിച്ചു.
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദാനിയേൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദാനിയേൽ 70-ാം ആഴ്ചവട്ടമായപ്പോൾ 70-ാമത്തെ വർഷം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നൽകിയിരിക്കുന്ന ഒരു വാഗ്ദത്തത്തെ കുറിച്ച് കണ്ടു. ഹല്ലേലൂയ. ആ വേദഭാഗം നമുക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ദാനിയേൽ പ്രവചനത്തിൽ ആ വേദഭാഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രവാസത്തിന്റെ 70 വർഷമായപ്പോൾ ദൈവം വാഗ്ദത്തം ഓർത്തു. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തം ഓർത്തു. അതുവരെ കണ്ണുനീരോടുകൂടി അവർ ജീവിച്ചു, കണ്ണുനീരോടുകൂടി അവർ വിതച്ചു. അവിടെ മക്കളെ അവർ വിശ്വാസത്തിൽ വളർത്തി. അവരുടെ ജീവിതത്തിൽ സംഭവിച്ച യെരൂശലേമിലായിരിക്കുന്ന സമയത്ത്, വാഗ്ദത്ത ദേശത്തായിരിക്കുന്ന സമയത്ത് അവർക്കുണ്ടായിരുന്ന തെറ്റുകളെ അവർ തിരിച്ചറിഞ്ഞു. അവർ മനം തിരിഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്നു. ദൈവം അവരെ സിയോനിലേക്ക് വീണ്ടും മടക്കിക്കൊണ്ടുവന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനം 126 വാക്യത്തിൽ വായിച്ചത്, യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതിന് സ്തോത്രം പോലും പറയുന്നില്ലല്ലോ. ഇന്ന് ദൈവം നിനക്ക് ചെയ്ത നന്മകളെ കുറിച്ച് നീ ഒന്ന് ചിന്തിക്കുമ്പോൾ, ദൈവത്തിന്റെ പൈതലേ, ഒരു 15 വർഷം മുമ്പ്, ഒരു 20 വർഷം മുമ്പ്, ഒരു 25 വർഷം മുമ്പ്, അല്ലെ ചില നാളുകൾക്ക് മുമ്പ് നിനക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത വിധത്തിൽ ദൈവം നിന്നെ മാനിച്ചെങ്കിൽ ഇന്ന് നീ വിശ്വാസത്തോട് പറയുന്നു, ഞാൻ കണ്ണുനീരോടുകൂടെ വിതച്ചപ്പോൾ, ദൈവം എന്നെ അനുഗ്രഹിച്ചപ്പോൾ ഇന്ന് ഞാൻ സ്വപ്നം കാണുന്നത് പോലെയാണ്. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. ഒരു സ്വപ്നം കാണുന്നവരെ പോലെ. അവർക്ക് ഇപ്പോഴും കണ്ണുനീരുണ്ട് കേട്ടോ. പ്രവാസത്തിൽ നിന്ന് യെരൂശലേമിലേക്ക് ഒരിക്കലും വരില്ല എന്ന പറഞ്ഞ സ്ഥാനത്ത് ദൈവം അവരെ കൊണ്ടുവന്നപ്പോൾ ഇപ്പോഴും അവർക്ക് കണ്ണുനീരുണ്ട്. ആ കണ്ണുനീർ എന്തിന്റെ കണ്ണുനീരായിരുന്നു? സന്തോഷത്തിന്റെ കണ്ണുനീരായിരുന്നു. പോയപ്പോൾ കണ്ണുനീര് ദുഃഖത്തിൻ്റെതായിരുന്നെങ്കിലും ഇപ്പോൾ സന്തോഷത്തിന്റെ കണ്ണുനീര്. കരകീർത്തിന്ന് സ്തോത്രം ചെയ്താട്ടെ. ദൈവം അവരെ സന്തോഷത്തോടെ തിരികെ കൊണ്ടുവരുന്നു. അവർ കരഞ്ഞുകൊണ്ടുപോയവരായിരുന്നു, ഇപ്പോൾ അവർ സന്തോഷത്തോടെ തിരിച്ചു വരികയാണ്. ബാബിലോണിൽ അവർ വിത്തിട്ടു, അവിടെ അവിടെ കഷ്ടപ്പെട്ടു. അവർക്ക് അവിടെ പ്രാർത്ഥനയുണ്ടായിരുന്നു, വിശ്വാസമുണ്ടായിരുന്നു, കണ്ണുനീരുണ്ടായിരുന്നു, സഹനമുണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം ഒരു കൊയ്ത്ത് ഉണ്ടായത് അവർ തിരിച്ചു വന്നപ്പോഴും. നീണ്ട 70 വർഷത്തെ വിത എവിടെ? ബാബിലോണിൽ. പക്ഷെ ഇവിടെ എന്തൊക്കെയാണ് അവരവിടെ വിതച്ചത്? പ്രാർത്ഥന വിതച്ചു, വിശ്വാസം വിതച്ചു, കണ്ണുനീർ വിതച്ചു, സഹനം വിതച്ചു. പക്ഷെ അതിന് മറുപടി കൊയ്ത്താണ്, ആർപ്പിന്റെ കൊയ്ത്താണ്, സന്തോഷത്തിന്റെ കൊയ്ത്താണ്, ആനന്ദത്തിന്റെ കൊയ്ത്താണ്, വിശ്വാസത്തിന്റെ കൊയ്ത്താണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കണ്ണുനീരോട് ദൈവത്തിൽ വിശ്വസിച്ച് വിതച്ചാൽ നാളെ ആർപ്പോടും സന്തോഷത്തോടും കൂടെ നമ്മൾ കൊയ്യും. ദൈവം കണ്ണുനീർ വെറുതെ പോകാൻ അനുവദിക്കില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച ജാനുവാന്റിയുടെ കുടുംബത്തിലെ കുടുംബ കൂട്ടായ്മയ്ക്ക് കുടുംബയോഗത്തിന് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ കരയുമ്പോൾ എല്ലാവരും കണ്ണുകൾ അടയ്ക്കും. നമ്മളെ സഹായിക്കാനുള്ളവരെ കണ്ണുകൾ അടയ്ക്കും. കാണാതെ പോകും, കണ്ടും കാണാതെയും പോകും. പക്ഷേ ആ കണ്ണുനീര് ദൈവം കാണും. കാണുന്നത് മാത്രമല്ല, കണ്ണുനീര് പാഴായി പോകാതിരിക്കാൻ. നിന്റെ കണ്ണുനീര് പാഴായി പോകുകയില്ല. അത് ദൈവത്തിന്റെ തുരുത്തിയിലുണ്ട്. ദൈവത്തിന്റെ പൈതലേ, നീ ഇന്ന് കണ്ണുനീരോടെ ആയിരിക്കാൻ ജീവിക്കുന്നത്, കണ്ണുനീരോടെ ആയിരിക്കാൻ നീ പ്രാർത്ഥിക്കുന്നത്, കണ്ണുനീരോടെ നീ പരിഹാസം സഹിക്കുന്നുണ്ട്, നീ കടബാധ്യതയിലാണ്, നീ രോഗത്തിലാണ്, നീ ഒറ്റയ്ക്കായിരിക്കാം ഒരുപക്ഷെ കുടുംബത്തിന്റെ ഭാരം ചുമക്കുന്നത്. ഒറ്റയ്ക്ക് കുടുംബത്തിന്റെ ഭാരം ചുമക്കുന്നത് അവൻ വലിയൊരു ഭാരമാണ്. വീട്ടിൽ ഉത്തരവാദിത്തപ്പെട്ടവര്, മറ്റുള്ളവര് ഒരു കൈത്താങ്ങൽ തരാണ്.
ഭാര്യ രാവിലെ മുതൽ കഷ്ടപ്പെട്ട് അധ്വാനിക്കുകയാണ്. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരു വെറും ചായ പോലും കുടിക്കാതെ ഒരു വെയിലത്ത് അധ്വാനിക്കുന്ന പൈസ വീട്ടിൽ കൊണ്ടുവന്ന് അരി വാങ്ങുമ്പോൾ ഭർത്താവ് കിട്ടുന്ന പൈസ മുഴുവൻ കള്ള് ഷാപ്പിൽ കൊടുത്ത് പൊറോട്ടയടിച്ച് ബീഫും കഴിച്ച് വീട്ടിലെ യാതൊരു ഭാരങ്ങളും ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കാതെ വീട്ടിൽ വന്നിട്ട് ചീത്ത പറയാനും അടിക്കാനും തൊഴിക്കാനും പാത്രങ്ങൾ വലിച്ചെറിയുവാനും അതാഴക്കലം അടിച്ചു പൊട്ടിക്കാനുമാണ് വരുന്നതെങ്കിൽ ആ സഹോദരി അനുഭവിക്കുന്ന കുടുംബഭാരം എത്ര വലുതാണ്. ഒരു പിതാവ് ഒരു ഭർത്താവ് വീട്ടിന് വേണ്ടി അധ്വാനിച്ച് ഗൾഫിലെ മണലാരണ്യത്തിലും മറ്റും അധ്വാനിച്ച് ചോരനീരാക്കി അധ്വാനിച്ച് സുഖമില്ലാതെ സുഖം അനുഭവിക്കാതെ അധ്വാനിച്ച് അയക്കുന്നതായിരിക്കുന്ന പൈസ അതിന് വലിയ അറിയാതെ ഭാര്യയും കുഞ്ഞുങ്ങളും അടിച്ച് മാനുഷികമായ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ച് ഒളിച്ച് നശിപ്പിച്ച് ഭർത്താവിന് ജോലി നഷ്ടപ്പെട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു കടഭാരവുമായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ എന്തുമാത്രം ഭാരം ഉണ്ടായിരിക്കും. ഒരു ഭർത്താവ് തന്റെ കുടുംബത്തിന് വേണ്ടി ഒരു പിതാവ് അധ്വാനിക്കുന്നു. പക്ഷെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും അതിന്റെ യാതൊരു വലിയ മനസ്സിലാക്കാതെ അവർ പിന്നെയും ഇല്ലാത്തതിനെ കുറിച്ച് പറഞ്ഞു, ഭർത്താവിനെ പരിഹസിച്ചു, ഭർത്താവിനെ ചോദ്യം ചെയ്തു, ഭർത്താവിന്റെ കഴിവിനെ കുറ്റം പറഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ ആ ഭർത്താവിന്റെ വേദന എത്ര ഭയങ്കരമായിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കുടുംബഭാരം ഒരുമിച്ച് ചുമക്കണം. ഭാര്യ മാത്രമല്ല ചുമക്കേണ്ടത്, ഭർത്താവ് മാത്രമല്ല ചുമക്കേണ്ടത്, കുഞ്ഞുങ്ങൾ മാത്രമല്ല. മാതാപിതാക്കൾ ഒരു കുടുംബത്തിന്റെ ഭാരം ചുമക്കുമ്പോൾ അതിന്റെ ഒരു മൂലയിലെങ്കിലും കുഞ്ഞുങ്ങളുടെ കയ്യിൽ കരമുണ്ടായിരിക്കണം. അവർ നിങ്ങൾക്ക് വേണ്ടിയാണ് അധ്വാനിച്ചത്, അവർ നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്, അവർ നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി അവർ കഷ്ടപ്പെട്ടത്. അവർ മുണ്ട് മുറുക്കി ഉടുത്തതുപോലെ നിങ്ങൾ ഉടുത്തിട്ടില്ല. അവർ പട്ടിണി കിടന്നതുപോലെ നിങ്ങൾ പട്ടിണി കിടന്നിട്ടില്ല. അവർ വണ്ടിക്കൂലിയില്ലാതെ നടന്നതുപോലെ നിങ്ങൾ നടന്നിട്ടില്ല. അവർ ചെരുപ്പിടാതെ നടന്നതുപോലെ നിങ്ങൾ ചെരുപ്പിടാതെ നടന്നിട്ടില്ല. നിങ്ങൾ ആക്സിഡന്റ് ഷൂവും മറ്റും ഒക്കെ ഇട്ട് നടക്കുമ്പോൾ ഒരു വള്ളിച്ചെരുപ്പ് വാങ്ങാൻ നിങ്ങളുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട അനുഭവങ്ങൾ ഒരിക്കലും നിങ്ങൾ കുഞ്ഞുങ്ങളെ നിങ്ങൾ മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് നല്ല ജോലി കിട്ടുമ്പോൾ, നിങ്ങൾക്കൊരു ഉയർച്ച വരുമ്പോൾ, നിങ്ങൾ കൊടുക്കുന്നതിന് കണക്ക് പറയാതെ അപ്പന്റെയും അമ്മയും വാർദ്ധക്യത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ കരവും ഒന്ന് 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 ഉണ്ടായിരിക്കണം. താങ്ങുന്ന കരമുണ്ടായിരിക്കണം, കരുതുന്ന കരമുണ്ടായിരിക്കണം. കുടുംബഭാരം ഒറ്റയ്ക്ക് വലിപ്പിക്കരുത്. വിശ്വസിക്കുന്നവർ കരം ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. നിന്റെ കണ്ണുനീര് ദൈവം പറയുന്നു. ആമേൻ, ആമേൻ. നിന്റെ കണ്ണുനീര് വെറുതെയാകിട്ടില്ല. നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. മനുഷ്യൻ വെച്ചിരിക്കുന്നതല്ല കേട്ടോ ആ കൊയ്ത്ത്. മനുഷ്യർ വെച്ചിരിക്കുന്ന കൊയ്ത്തിന് അളവുണ്ട്, പക്ഷെ ദൈവം വയ്ക്കുന്ന കൊയ്ത്തിന് അളവില്ല. കരയുയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കണ്ണുനീരോടെ വിതയ്ക്കുക എന്നുള്ള കാര്യം. ഞാൻ അതിന്റെ ഒരു വിവരണം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്രായേലില് നമ്മൾ ഇന്ന് കാണുന്നത് പോലെ വിത്തിടുക അല്ലെങ്കിൽ വിതയ്ക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ളതല്ല. ഞാൻ ചിന്തിക്കുകയാണ്, ദൈവം പാലും തേനും ഒഴുകുന്ന ദേശം എന്ന് പറഞ്ഞിട്ട് ആ ദേശം അവർക്ക് കൊടുത്തെങ്കിലും പലപ്പോഴും അവിടെ ക്ഷാമം ഉണ്ടായി, പലപ്പോഴും അവിടെ വരൾച്ച ഉണ്ടായി, പലപ്പോഴും ഭക്ഷണത്തിന് കുറവുണ്ടായി. ആമേൻ. നമ്മൾ എന്തിനാണെന്നറിയാമോ? ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടി. ഈ ഭൂമിയിൽ എത്രയോ നല്ല സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. ആമേൻ. നൈൽ നദിയുടെ കര, ഈജിപ്റ്റ്, അന്നത്തെ ഈജിപ്റ്റ്, ലോകത്തിന്റെ സമ്പൽ സമൃദ്ധമായിരിക്കുന്ന എത്രയോ നല്ല പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ചിന്തിക്കുകയാണ്, ദൈവം എന്തുകൊണ്ടാണ് ഈ പ്രദേശങ്ങൾ അവർക്ക് നൽകിയത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്തിനാണെന്നറിയാമോ? നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ, നീ ദൈവത്തിൽ ആശ്രയിച്ച് നീ വിതച്ചാൽ, നീ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചാൽ നിന്റെ ദേശത്ത് പാലും തേനും ദൈവം ഒഴുകും. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ നിന്റെ ദേശത്ത് നീ ആയിരിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഈ ക്ഷാമം വരുന്നത്?
എന്തുകൊണ്ടാണ് വരൾച്ച വരുന്നത്? എന്തുകൊണ്ടാണ് പല പ്രയാസങ്ങൾ വരുന്നത്? നീ ദൈവത്തിൽ ആശ്രയിക്കാണ്, നീ പ്രാർത്ഥിക്കാണ്, വിശ്വാസത്തിൽ നിന്ന് വിട്ടുപോകാനല്ല. നീ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേലിലെ വിത്തുക എന്ന് പറഞ്ഞാൽ, വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. കാരണം പലപ്പോഴും ക്ഷാമക്കാലം ഉണ്ടാകാറുണ്ട്, പലപ്പോഴും വരൾച്ച ഉണ്ടാകാറുണ്ട്, പലപ്പോഴും ഭക്ഷണത്തിന് കുറവ് വരാറുണ്ട്. എന്ന് പറഞ്ഞാൽ കുടുംബത്തിന് ഭക്ഷിക്കാനായി സൂക്ഷിച്ചിരിക്കുന്ന അവസാന ധാന്യം പോലും ശൂന്യമായി തീരുമ്പോഴും നല്ലൊരു വിലയ്ക്ക് വേണ്ടി വിത്ത് അവർ മാറ്റിവെക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മക്കളോട് പറയും ഇതെടുത്ത് തിന്നാൻ പറ്റില്ല, ഇതെടുത്ത് കുത്താൻ പറ്റില്ല, ഇതെടുത്ത് അരിയാക്കി ചോറാക്കാൻ പറ്റില്ല, ഈ ഗോതമ്പ് മരിച്ച് ഈ ഗോതമ്പ് എടുത്ത് നമുക്ക് റൊട്ടി ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഇതിന്റെ പിന്നിൽ വിശ്വാസമുണ്ട്. ഞാൻ അതാ നേരത്തെ പറഞ്ഞത്, ഓരോ വിത്തിന്റെ പിന്നിലും എന്തോ ഉണ്ട്. എന്റെ ഒപ്പം ഒന്ന് പറഞ്ഞേ, ഓരോ വിത്തിന്റെ പിന്നിലും എന്തോ ഉണ്ട്, ഒരു വിശ്വാസമുണ്ട്. ആമേൻ. അപ്പനും അമ്മയും ഒക്കെ ഈ വിത്ത് ചൂണ്ടിക്കാണിച്ച് കുഞ്ഞുങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, മോനെ ഇത് വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവസാന ധാന്യവും ആമേൻ തീർന്നു പോയാലും വിത്ത് സൂക്ഷിച്ചു വെക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ പലപ്പോഴും പട്ടിണി കിടക്കുമ്പോഴും, അവർ വേദനയോടുകൂടി ആയിരിക്കുമ്പോഴ്, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാതിരിക്കുമ്പോഴ്, അവർ ഇവിടെ കൃഷിക്കാരായിട്ടുണ്ടായിരുന്നവർ പലരുണ്ടല്ലോ, നിങ്ങൾക്കറിയാം. അവസാനം വീട്ടിലെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുമ്പോഴ് ചിലപ്പോൾ ആ വിത്തെടുത്ത് വിതയ്ക്കുന്നത് കണ്ണുനീരോടുകൂടി ആയിരിക്കാം. കുഞ്ഞുങ്ങൾ ആ വിത്തെടുത്ത് വിതയ്ക്കുമ്പോഴ് ആ വിത്തിന്മേൽ ഒരു പ്രതീക്ഷയുണ്ട്, അതിനുമേൽ മഴ പെയ്യിക്കുന്ന ദൈവത്തിൽ ഒരു വിശ്വാസമുണ്ട്, അത് മുളപ്പിക്കുന്ന ദൈവത്തിൽ വിശ്വാസമുണ്ട്. ആ ഓരോ വിത്തില് ഒരു പ്രതീക്ഷയുണ്ട്. എന്നാൽ ആ വിത്ത് വിതയ്ക്കുന്നത് കണ്ണുനീരോടുകൂടി ആയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? എന്താ കണ്ണുനീരോടെ വിതയ്ക്കുക എന്ന് പറഞ്ഞത് നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ല. കണ്ണുനീരോടെ വിതയ്ക്കുക, കണ്ണുനീരോടെ വിതയ്ക്കുക എന്നുള്ള ചിന്തിച്ചിട്ടുണ്ടോ? കണ്ണുനീരോടെ വിതയ്ക്കുന്നതിന് പിന്നിലുള്ള പശ്ചാത്തലം ഇതാണ്. കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുമ്പോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട വിത്ത്, ആമേൻ ആമേൻ ആമേൻ, നെല്ല്, ഗോതമ്പ് എന്തും ആയിക്കോട്ടെ, കുഞ്ഞുങ്ങൾ നോക്കി നിൽക്കുമ്പോൾ അത് വിശ്വാസത്തോടെ അത് വെള്ളത്തിലിട്ട് കുതിർത്ത് ഇങ്ങനെ നമുക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, അത് മുളപ്പിച്ച് അത് വിതയ്ക്കുന്നതായ സാഹചര്യങ്ങളുണ്ട്. പ്രിയമുള്ള ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയാം. പ്രൈസ് ദി ലോർഡ്. ഇത് വിശ്വാസത്തിന്റെ പ്രവൃത്തി. അപ്പൊ നിന്റെ കണ്ണുനീര് വിശ്വാസത്തിന്റെ പ്രവൃത്തിയാ, നിന്റെ അധ്വാനം വിശ്വാസത്തിന്റെ പ്രവൃത്തിയാ, നീ ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുന്നത് വിശ്വാസത്തിന്റെ പ്രവൃത്തിയാ, നീ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത് വിശ്വാസത്തിന്റെ പ്രവൃത്തിയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥനയിൽ കരയുന്നവർ, വിശ്വാസത്തോടെ കാത്തിരിക്കുന്നവർ, ദുഃഖത്തിന്റെ നടുവിൽ ദൈവത്തെ വിട്ടുകളയാത്തവര്, ത്യാഗത്തിന്റെ നടുവില് ത്യാഗത്തോടെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവര്, ഇവർ കണ്ണുനീരോടെ വിതയ്ക്കുന്നവരാണ്. ദൈവത്തിന്റെ വാഗ്ദത്തം നിനക്കുണ്ട്, നീ ആർപ്പോടെ കൊല്ലും. ഞങ്ങളോട് പറഞ്ഞിട്ടില്ല പ്രിയമുള്ളവരെ, ഞാൻ ഈ കുപ്പായക്കോട് കൈപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ കർത്താവിന്റെ വേല ചെയ്യുന്ന സമയം രാവിലെ സൈക്കിളും എടുത്ത ട്രാക്ടറുമായിട്ട് പോയാൽ തിരിച്ചു വരുമ്പോ ബിന്ദു കുഞ്ഞ് അവിടെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ഉണ്ടാകില്ല അവിടെ. പക്ഷെ പ്രതീക്ഷിക്കും ഇന്നെങ്കിലും ദൈവം പ്രവർത്തിക്കുമെന്നൊക്കെ വിചാരിച്ചു വരും. പക്ഷേ ഈ സൈക്കിളും ചവിട്ടി അണച്ച് വേർത്തൊലിച്ച് ഈ ചൂടത്ത് വരുമ്പോഴും ചിലപ്പോൾ പട്ടിണി കിടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാലും പിറ്റേ ദിവസം സൈക്കിൾ ചവിട്ടാതിരുന്നിട്ടില്ല, പിറ്റേ ദിവസം ലഘുലേഖ എടുക്കാതിരുന്നിട്ടില്ല. ഞാനും ബിന്ദുവും കൂടെ കുപ്പായക്കോട് ജംഗ്ഷനിൽ നിന്ന് പരസ്യയോഗത്തിന്റെ സെറ്റ് ഉള്ളപ്പോൾ പരസ്യയോഗത്തിന്റെ സെറ്റ് എടുത്ത് പ്രസംഗിക്കുമ്പോൾ ചിലരൊക്കെ അവിടെ വന്ന് പരിഹസിക്കാറുണ്ട്. പക്ഷെ അന്നും കണ്ണുനീരോടുകൂടെ വിതച്ചത്, വിശ്വാസത്തോടുകൂടെ വിതച്ചത്, ഇല്ലായ്മയുടെ നടുവിലും വിശ്വാസത്തോടെ വിതച്ചത്, അന്നില്ലായ്മയുടെ നടുവിൽ പോയി ബാറ്ററി വാങ്ങിച്ചു. അന്ന് ഇന്നത്തെ പോലെ ഇന്നത്തെ ഹാൻഡ് മൈക്ക് ഒന്നും ഇല്ലാത്ത സമയമാണ്. I mean 4500 രൂപ കൊടുത്ത് ഒരു ബാറ്ററി വാങ്ങി.
പൈസ ഉണ്ടായിട്ടല്ല, വിശ്വാസത്തോടു കൂടെ വിതച്ചതാണ്. ഇന്ന് വിശ്വാസത്തോടു കൂടെ കൊയ്ത് ഇന്ന് ഒരു കൺവെൻഷൻ നടത്താവുന്ന ഇത്രയും മൈക്ക് സിസ്റ്റങ്ങളൊക്കെ ദൈവം തന്നത്, ജനറേറ്റർ തന്നത്, ഇത്രയും സൗകര്യങ്ങൾ തന്നത്, ഒരു മൈക്കിന് ഒരു കൺവെൻഷൻ നടത്താവുന്ന എല്ലാ സംവിധാനങ്ങളും ദൈവം നമുക്ക് തന്നത് അന്ന് വിശ്വാസത്തോടുകൂടെ വിശ്വാസത്തോടുകൂടെ വിതച്ചപ്പോൾ നാൽപ്പോടെ കൊയ്യുന്ന ഒരാത്മീയ അനുഭവം ദൈവം തന്നത് അന്ന് വിശ്വാസത്തോടുകൂടെ വിതച്ചത് കൊണ്ടാണ്. ദൈവത്തിന്റെ വൈതലേ, വിശ്വാസത്തോടുകൂടെ ദൈവരാജ്യത്തിന് വേണ്ടി വിതച്ചാൽ ദൈവരാജ്യം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായവന്റേതാണ്. പ്രൈസ് ദി ലോർഡ്. കരയുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇത് വെറും ഒരു ആശ്വാസ വാക്കല്ല. ഒരു വിത്ത്, കുറച്ച് വിത്തെടുത്ത് ചാക്കിനകത്താക്കി ഗോഡൌണിൽ സൂക്ഷിച്ചാൽ അതവിടെ സുരക്ഷിതമാണ്, വളരെ മനോഹരമാണ്. പക്ഷേ അതിന് ഫലമില്ല. അതിന് കൊയ്ത്ത് വേണമെങ്കിൽ വിത്തിന് ഒരു യാത്രയുണ്ട്. ഗോഡൌണിൽ നിന്ന് വയലിലേക്കൊരു യാത്രയുണ്ട്. ആരും ഒരു സ്തോത്രം ഇത് മനസ്സിലാക്കാനായിട്ടാണ്. ആരും ഒരു സ്തോത്രം പോലും പറയുന്നില്ലല്ലോ. ആമേൻ. മാറിയിരിക്കുന്ന വിത്ത്, ചാക്കിലിരിക്കുന്ന വിത്ത് ആദ്യം കൃഷിക്കാരന്റെ കയ്യിലേക്ക് വരികയാണ്. കൃഷിക്കാരന്റെ കയ്യിലേക്ക് വിത്ത് വരുമ്പോൾ അവിടെ നിന്ന് യാത്ര ആരംഭിക്കുകയാണ്. ആ യാത്ര വയലിലേക്കുള്ള യാത്രയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പൈതലേ, അതൊരു പക്ഷെ കണ്ണുനീരിന്റെ യാത്രയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കണ്ണുനീരിന്റെ യാത്രയാണ്. ആമേൻ. അതൊരു വിശ്വാസത്തിന്റെ യാത്രയാണ്. ഇതിന് ഫലം തരുമെന്നുള്ള കാര്യം മാനുഷികമായി ചിന്തിച്ചാൽ ഉറപ്പില്ല. മഴ പെയ്യുമെന്നുള്ള ഉറപ്പില്ല. ആമേൻ. ഇതിൽ നിന്ന് എത്ര എണ്ണം വിതയ്ക്കാൻ ഈ വിതയ്ക്കുന്നത് പൊട്ടി മുളച്ചു വരുമെന്നുള്ള കാര്യം ഉറപ്പില്ല. പക്ഷെ ഒരു യാത്രയാണ്, വിശ്വാസത്തിന്റെ യാത്രയാണ്. വിതയ്ക്കുന്നവന് ഉറപ്പില്ല, പക്ഷെ വിശ്വാസത്തിന് ഉറപ്പേ ഉള്ളൂ. ആമേൻ. കർത്താവ് ഫലം തരുമെന്നുള്ള ഒറ്റ ഉറപ്പ് മാത്രമേ ഉള്ളൂ. ഇതൊരു യാത്രയാണ്. ദൈവത്തിന്റെ പൈതലിന്റെ ആമേൻ, ആമേൻ, പൈതലിന്റെ വിശ്വാസത്തിന്റെ ഒരു യാത്രയാണ്. ആമേൻ. കൊയ്ത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ആമേൻ. നീ ഗോഡൌണിൽ ഇരുന്നാൽ നീ എന്നും അവിടെ ഇരിക്കും. നീ ചാക്കിനകത്തിരുന്നാൽ നീ എന്നും അവിടെ ഇരിക്കും. നീ നിന്റെ വീട്ടിന്റെ മൂലയിൽ വിത്തായിട്ടിരുന്നാൽ നീ എന്നും അവിടെ ഇരിക്കും. പക്ഷെ നീ വിശ്വാസത്തോടെ വിതക്കാരന്റെ കയ്യിലേക്ക് നീ ചെല്ലുമ്പോൾ, വിതക്കാരൻ കയ്യിലെടുത്ത് വയലിലേക്ക് വിതയ്ക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അവിടെ നിന്റെ യാത്ര അവസാനിക്കുകയല്ല. നീ വലിയൊരു യാത്രയുടെ ആമേൻ ഒരു പ്രവർത്തനത്തിന് വേണ്ടി നീ തൽക്കാലം മണ്ണിൽ മറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. മറഞ്ഞു കിടക്കുമ്പോൾ നിനക്ക് ഉയർച്ചയിലേക്കുള്ള യാത്രയാണ്, ഒരു വളർച്ചയിലേക്കുള്ള യാത്രയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആദ്യം വിത്ത് കയ്യിൽ എടുക്കുന്നു. ആ വിത്ത് പിന്നീട് ആ വിത്തിനെ എങ്ങനെയൊക്കെയാ ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ വിശദീകരിക്കുന്നില്ല. പിന്നെ വിതക്കാരൻ കയ്യിലെടുത്തിട്ട് ഓട്ടയേറാം. എങ്ങോട്ടാ എറിയുന്നേ? നിങ്ങളാരും വിതച്ചിട്ടില്ലേ? വയലിലേക്ക് ഒട്ടയേറാം. അപ്പൊ വിത്ത് പറയും, ഇതുവരെ കൈ കൊണ്ട് നടന്ന ആള് ഇപ്പൊ വയലിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുക. ഇതുവരെ കയ്യിലെ ചൂടുണ്ടായിരുന്നു, ഇതുവരെ വീട്ടിനകത്ത് സുരക്ഷിതമുണ്ടായിരുന്നു, ഇതുവരെ ഗോഡൌണിൽ ഇരിക്കുകയായിരുന്നു, ഇതുവരെ മഴ കൊള്ളണ്ടായിരുന്നു, ഇതുവരെ കാറ്റ് കൊള്ളണ്ടായിരുന്നു, ഇതുവരെ വെയിൽ കൊള്ളണ്ടായിരുന്നു. ഇപ്പോൾ വയലിലേക്ക് വലിച്ചൊരു ഏറാണ്. ഹല്ലേലൂയ. വിത്തിന് പരാതി പറയാനുണ്ട്. ഹല്ലേലൂയ.
എന്തിനാ ഇതുവരെ എന്നെ സൂക്ഷിച്ചത്? എന്തിനാ ഇതുവരെ എന്നെ കരുതിയത്? ഇതുവരെ എന്നെ സൂക്ഷിച്ചത് എന്തിനാ? ഇതുവരെ എന്നെ പരിപാലിച്ച എന്തിനാ? ഈ വയലിലേക്ക് വലിച്ചെറിയാനാണോ? അല്ല വിത്തെ, വയലിലേക്ക് വലിച്ചെറിഞ്ഞെങ്കിലേ നിനക്കൊരു വളർച്ചയുള്ളൂ, നിനക്കൊരു ഉയർച്ചയുള്ളൂ. എനിക്ക് വിതക്കാരന്, കൃഷിക്കാരന്റെ കൈകളുടെ പ്രയത്നം സാധ്യമാകണമെങ്കിൽ നീ മണ്ണിലേക്ക് വലിച്ചെറിയപ്പെടണം. ആമേൻ. വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച് സ്തോത്രം ചെയ്താട്ടെ. മണ്ണിലേക്ക് വലിച്ചെറിയപ്പെട്ട വിത്ത് മണ്ണിൽ മറയപ്പെടുകയാണ്. മണ്ണിൽ മറയപ്പെടുമ്പോൾ ഇരുട്ടിലേക്ക്, വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക്, ഈർപ്പത്തിലേക്ക്, സമർത്ഥത്തിലേക്ക്, മണ്ണിനകത്ത് അതൊറ്റപ്പെട്ടതുപോലെ ആയിരിക്കുമ്പോൾ പുറത്തു നിൽക്കുന്നവർ പറഞ്ഞെന്ന് വരാം, ആ വിത്ത് നഷ്ടമായി പോയി. കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെ കിടക്കല്ലേ? എന്നാ കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി വെച്ച് കൊടുത്തിരുന്നെങ്കിൽ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പലരും പറയും ഇത് നഷ്ടമായി പോയി, പ്രൈസ് ദി ലോർഡ്. പക്ഷെ എന്തിനാണെന്നറിയാമോ? ഈ വിത്തിനൊരു രൂപാന്തരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ വിത്ത് രൂപാന്തരപ്പെട്ടെങ്കിൽ മാത്രമേ ആ വിത്ത് ഗോതമ്പ് ചെടിയായിട്ട് വരികയുള്ളൂ. വിത്ത് രൂപാന്തരപ്പെടണം. വിത്തിനകത്ത് രൂപാന്തരം നടക്കണം. വിത്തിനകത്തെ രൂപാന്തരം നടന്നിട്ട് ആ വിത്തിനകത്ത് നടക്കുന്ന രൂപാന്തരം അത് ചെടിയായിട്ട് മുളച്ചു വരും. അകത്ത് രൂപാന്തരപ്പെട്ടെങ്കിൽ മാത്രമേ പുറത്തൊരു വളർച്ച ഉണ്ടാവുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകാതിരുന്നാൽ അത് ഫലം കായ്ക്കുകയില്ല. അത് ചാകുന്നുവെങ്കിലോ വളരെ ഫലം കായ്ക്കും. അകത്ത് രൂപാന്തരം വന്നാൽ ഫലം പുറത്തു വരും. അകത്ത് രൂപാന്തരപ്പെടാതിരിക്കുന്ന സകല വിത്തുകളും വളരില്ലെന്ന് മാത്രമല്ല നശിച്ചു പോകും. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അകത്ത് രൂപാന്തരപ്പെടുന്നതിന് മാത്രമേ വളർച്ചയുള്ളൂ. അകത്ത് രൂപാന്തരപ്പെടുന്ന വിത്തിന് മാത്രമേ ഉയർച്ചയുള്ളൂ. അകത്ത് രൂപാന്തരപ്പെടുന്ന വിത്തിന് മാത്രമേ ഫലമുള്ളൂ. അകത്ത് രൂപാന്തരപ്പെടുന്ന വിത്തിന് മാത്രമേ കത്തിയാകാൻ പറ്റുകയുള്ളൂ. അകത്ത് രൂപാന്തരപ്പെടുന്ന വിത്തിന് മാത്രമേ പിന്നെ ചുമലിലേക്ക് വരാൻ പറ്റുകയുള്ളൂ. അകത്ത് രൂപാന്തരപ്പെടുന്ന വിത്തിന് മാത്രമേ കൃഷിക്കാരന് ആർപ്പോടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. ചില വലിച്ചെറിയലൊക്കെ നമുക്ക് രൂപാന്തരം വരാനാ. മോനെ അല്പം വെള്ളം തന്നെ. പ്രൈസ് ദി ലോർഡ്. ചില വലിച്ചെറിയുന്നത് എന്താണെന്നറിയാമോ? തൊണ്ടയ്ക്ക് നല്ല വേദനയാണ്. ആമേൻ. ചിലതൊക്കെ വലിച്ചെറിയുമ്പോൾ ഹല്ലേലൂയ ഒന്ന് പറയും, മനസ്സിലാക്കണം, ദൈവത്തിന്റെ കുഞ്ഞെ നിനക്ക് രൂപാന്തരം വരാനാ. ദൈവം നിന്നെ ചുമ്മാതെ വലിച്ചെറിയല്ല. ദൈവം നിന്നെ കൈവിട്ടെന്ന് തോന്നിയേക്കാം. ദൈവത്തിന്റെ കരത്തിന് താഴെ പോയെന്ന് തോന്നിയേക്കാം. പക്ഷെ ദൈവത്തിന് ഒരു പിന്നിൽ ഉദ്ദേശമുണ്ട്. ദൈവത്തിന് അതിന് പിന്നിൽ ഒരു പദ്ധതിയുണ്ട്. നിനക്കൊരു ഉയർച്ച വരാ. നിന്റെ കുടുംബത്തിന് ഉയർച്ച വരാ. നിന്റെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കാതിരിക്കുക. നിന്റെ പ്രതീക്ഷ നിന്റെ കുടുംബത്തിന്, നിന്റെ ഭവനത്തിന് ഉയർച്ച വരാ. നിന്റെ കുടുംബത്തിന് ഒരു മാനം വരാ. അനേകരുടെ മുമ്പിൽ നീ മാനിക്കപ്പെടാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ കയ്യിൽ നിന്ന് ഒന്ന് കൈവിടപ്പെടേണ്ടി വരും. നമ്മൾ മാനിക്കപ്പെടാൻ വേണ്ടി നമ്മുടെ കർത്താവ് എല്ലാവരും കൈവിടപ്പെട്ടു. പിതാവിനാൽ കൈവിടപ്പെട്ടു, ശിഷ്യന്മാരാൽ കൈവിടപ്പെട്ടു, സകല മനുഷ്യരാൽ കൈവിടപ്പെട്ടു. സകലരാലും കൈവിടപ്പെട്ട കർത്താവ് ക്രൂശിന്മേൽ കിടന്നുകൊണ്ട് എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. അത് ക്രൂശിലൊരു വിതയായിരുന്നു. കർത്താവ് തന്റെ ശരീരം ക്രൂശിൽ വിതച്ചത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾക്കെതിരായി ദൈവരാജ്യത്തിന്റെ വിത്തായി നമ്മൾ വരാൻ കാരണം അതിന്റെ പിന്നിൽ ക്രൂശിലൊരു വിതയുണ്ടായിരുന്നു. ആമേൻ. AD 30 ഏപ്രിൽ മാസം 7-ാം തീയതി കാൽവരി ക്രൂശിൽ നമ്മുടെ കർത്താവ്
ആത്മാവിന്റെ ഭൗതിക ശരീരം വിതച്ചത് കൊണ്ടാണ് ഇന്ന് 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 ആമേൻ ദൈവരാജ്യത്തിൽ വിത്തായ നമുക്ക് ദൈവസന്നിധിയിൽ വന്ന് ഇത് ദൈവത്തെ സ്തുതിക്കാൻ കഴിഞ്ഞത് ക്രൂശിലെ വിധയാണ്. അത് കണ്ണുനീരിന്റെ വിധിയായിരുന്നു, അത് വേദനയുടെ വിധിയായിരുന്നു, അവിധിയായിരുന്നു, അത് ത്യാഗത്തിന്റെ വിധിയായിരുന്നു, അത് കണ്ണുനീരിന്റെ വിധിയായിരുന്നു. അന്നത്തെ കണ്ണുനീരിന്റെ ഫലം അവൻ സന്തതികളെ കണ്ട് സന്തോഷിക്കത്തക്കവണ്ണം പ്രൈസ് ദി ലോർഡ് അവൻ ദൈവത്താൽ തകർക്കപ്പെട്ടു ക്രൂശിൽ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകാതിരുന്നാൽ അതങ്ങനെ തന്നെ ഇരിക്കെ ചത്തുവെങ്കിലോ അത് വളരെ ഫലദായിക്കും. ഇവിടെ ചാകുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ചാകുന്നതല്ല, മറിച്ച് പഴയ രൂപം തകരുന്നതാണ്. പഴയ രൂപം തകരണമെങ്കിൽ അകത്ത് രൂപാന്തരം ഉണ്ടാകണം. അകത്ത് തകർച്ച വന്നാൽ മാത്രമേ പുറത്തെ പഴയ രൂപം തകരുകയുള്ളൂ, അല്ലേ? ആമേൻ. അകത്ത് മുള പൊട്ടിയെങ്കിൽ മാത്രമേ പുറത്തെ തോട് പൊട്ടുകയുള്ളൂ. കരുകൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. പഴയ രൂപം തകരുന്നത് പുതിയ ഫലത്തിനായി ദൈവം വഴിയൊരുക്കുന്നതാണ്. ഹല്ലേലൂയ. അപ്പൊ നിന്റെ ജീവിതത്തിനകത്ത് ചിലതൊക്കെ തകരുന്നത് ദൈവത്തിന്റെ പൈതലെ ഒരു ആർപ്പോടെ ഒരു കൊയ്ത്തിനാണ്. പ്രാർത്ഥിച്ചിട്ടും ഫലമില്ലാത്ത ഒരു സമയം നിനക്ക് വരുന്നെങ്കിൽ, ഒരു ഏകാന്തതയുടെ അനുഭവം നിനക്ക് വരുന്നെങ്കിൽ, കണ്ണുനീരിന്റെ അനുഭവം നിനക്ക് വരുന്നെങ്കിൽ, അപമാനത്തിന്റെ അനുഭവം നിനക്ക് വരുന്നെങ്കിൽ, സാമ്പത്തിക നാശങ്ങളുടെ അനുഭവം നിനക്ക് വരുന്നെങ്കിൽ, അല്ലെങ്കിൽ നീ എന്ത് മനുഷ്യന് വേണ്ടി ചെയ്താലും അതൊന്നും ഓർക്കാതെ നീ ചെയ്ത നന്മകളെല്ലാം മറന്ന് പിന്നെയും നിന്നെ കുറ്റപ്പെടുത്തി, പിന്നെയും നിന്നെ ഒറ്റപ്പെടുത്തി, പിന്നെയും നിന്നെ അപമാനിച്ച് നീ ചെയ്ത എല്ലാം മറന്നുകൊണ്ട് നിനക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ ഓർക്കുക, നിന്റെ ജീവിതം മണ്ണിന്റെ അടിയിൽ മറന്നു പോകുകയല്ല, നിന്നെ രൂപാന്തരപ്പെടുത്തി നിന്നെ പുറത്തെടുക്കുകയാണ്. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. നമ്മൾ പാടിയല്ലോ, അല്പകാലം മറന്നുപോയാൽ ദൈവം നിന്നെ മറക്കത്തില്ല. ഹല്ലേലൂയ. മറന്നെന്ന് തോന്നിയാലും മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന വിത്തിന്റെ വേദന ആർക്കറിയാം? കണ്ണുനീർ ആർക്കറിയാം? നൊമ്പരം ആർക്കറിയാം? അതിന്റെ ത്യാഗം ആർക്കറിയാം? അത് മണ്ണിന്റെ അടിയിലാണ്. കൃഷിക്കാരൻ അതിനോടൊന്ന് കുശലം ചോദിക്കാൻ പോകുന്നില്ല, അത് ക്ഷേമമാണെന്ന് ചോദിക്കാൻ പോകുന്നില്ല. അതിന്റെ അടിയിൽ അത് വീർപ്പം പൊട്ടിക്കിടക്കുമ്പോഴും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. നമ്മുടെ യോസഫിനെ പൊട്ടക്കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ, പൊട്ടക്കുഴിയിൽ കിടന്നപ്പോഴും മണ്ണിന്റെ അടിയിൽ മറന്നു കിടന്നതുപോലെ ആ പൊട്ടക്കിണറിന്റെ അടിയിൽ മറന്നു കിടക്കുകയാണ്. അവിടെ നിന്ന് സഹോദരന്മാർ സ്പായികൾക്ക് വിറ്റപ്പോഴും അത് പൊട്ടക്കിണറിൽ അത് മറന്നിരിക്കുകയാണ്. അപ്പനിൽ നിന്ന് മറഞ്ഞു, സഹോദരന്മാരിൽ നിന്ന് മറഞ്ഞു, താൻ ജനിച്ച വീട്ടിൽ നിന്ന് മറഞ്ഞു, തന്റെ നാട്ടിൽ നിന്ന് മറഞ്ഞു, അവിടെ നല്ല ദേശത്ത് കൊണ്ടുവന്ന് വിതച്ചു. എവിടെ? ആമീൻ പോത്തിപ്പറിന്റെ ഭവനത്തില് അവിടെ കൊണ്ട് വിതച്ചപ്പോഴ് ആമീൻ മണ്ണിന്റെ അടിയിൽ മറന്നു കിടന്നതുപോലെ കടന്ന് അവിടുന്ന് ചെയ്യാത്ത കുറ്റത്തിന് കാരാഗ്രഹത്തിൽ പോയി. അവിടെ യോസഫ് മറഞ്ഞിരുന്ന യോസഫിന് അവൻ പാനപാത്രവാഹകൻ വാഗ്ദാനം കൊടുത്ത് പുറത്തു കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പക്ഷെ പുറത്തേക്ക് കൊണ്ടുവന്നില്ല, അവിടെ മറന്നു കിടന്ന്. പക്ഷെ യോസഫിനെ ദൈവം ഒരു കൊയ്ത്ത് വെച്ചിരുന്ന ദിവസം യോസഫിനെ ദൈവം ഓർത്തപ്പോൾ കാരാഗ്രഹത്തിന്റെ അകത്തെ കിടന്ന മണ്ണിൽ നിന്ന് യോസഫിനെ ദൈവം ഉയർത്തിയിരുത്തിയത് ഫറവോന്റെ കൊട്ടാരത്തിന്റെ സിംഹാസനത്തിലാണ്. നീ അല്പം മറന്നാലും നിന്റെ വേദന ആരും സഹോദരന്മാരെ കുറിച്ച് ഓർത്തുകയാണ് ജോസഫ്. എന്നാൽ എന്റെ അച്ചാച്ചന്മാർ അങ്ങനെ ചെയ്തല്ലോ, എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, ചോദിച്ചിട്ടില്ലേ? സഹോദരൻ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, എന്നോട് അമ്മ ഇങ്ങനെ ചെയ്തല്ലോ, അമ്മ സഹോദരി എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, എന്റെ അച്ചായൻ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, അമ്മ എന്നാൽ അവൾ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നൊരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ പൈതല് ആ ചോദ്യത്തിന്റെ പിന്നിൽ ഒരു ഉത്തരമുണ്ട്. അങ്ങനെ ചോദിക്കാൻ ഒരു സാഹചര്യം ദൈവം നിന്റെ ജീവിതത്തിൽ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ നീ ഓർക്കുക, നിന്നെ തകർക്കുന്ന ഒരു തകർച്ച ദൈവം ഒരുക്കുകയാണ്. അതിനകത്ത് ഈ തകർച്ചയിൽ നിന്ന് നിനക്കൊരു ഉയർച്ചയുണ്ട്. Praise the Lord.
നീ ചിന്തിക്കും നിന്റെ ജീവിതം മണ്ണിന്റെ അടിയിൽ മറഞ്ഞുപോയി. പക്ഷേ ദൈവം നിന്നോട് പറയുന്നു, ഞാൻ നിന്നെ മണ്ണിന്റെ അടിയിൽ എന്നേക്കുമായി അടക്കിയതല്ല. Praise the Lord. 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 മറഞ്ഞിരിക്കുന്ന ഒരു കാലം നിശബ്ദമായിരിക്കുന്ന ഒരു കാലമാണ്, കരച്ചില്ല കാലമാണ്. എന്നാലും ദൈവം കാണുന്നത് വരാനിരിക്കുന്ന ഒരു കൊയ്ത്താണ്. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. പ്രവാസത്തിൽ മടങ്ങി വന്നിരിക്കുന്ന പ്രവാസികൾ പറഞ്ഞതുപോലെ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരിക്കുന്നു. സ്വപ്നം കാണുന്നവരെ പോലെ ഒരു മടങ്ങി വരവ്, നന്മയിലേക്കൊരു മടങ്ങി വരവ്. ഇന്ന് നീ ആയിരിക്കുന്ന മേഖല, പ്രിയമുള്ള കുഞ്ഞെ, ഒരിക്കൽ നീ സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പലപ്പോഴും വണ്ടിയൊക്കെ ഓടിച്ചിങ്ങനെ പോകുമ്പോ ബന്ധുവോട് പറയാറുണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടാകുമെന്ന് നമ്മൾ ഒരിക്കലും സ്വപ്നപൂർത്തി പോലും വിചാരിച്ചിട്ടില്ല. Praise the Lord. Praise the Lord. Praise the Lord. പേഴ്സിൽ നിന്നെടുത്ത് നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കുന്ന ഭക്ഷണമോ ഇഷ്ടമുള്ളതായിരിക്കുന്ന വെള്ളമോ പെട്ടെന്ന് ഷുഗർ കുറയുമ്പോഴോ ഒക്കെ ഞാൻ ചിന്തിക്കുക, പലപ്പോഴും ഈ ഷുഗർ രോഗമൊക്കെ വന്നപ്പോ, ഷുഗറൊക്കെ പെട്ടെന്ന് താണു പോകുന്ന സാഹചര്യമൊക്കെ ഉള്ളപ്പോ ഞാൻ ചിന്തിക്കുക, സാമ്പത്തികമില്ലാത്തൊരു സാഹചര്യത്തിലാണ് വന്നെങ്കിൽ വഴി കിടന്ന് ചത്തുപോവുകയുള്ളൂ. കഴിഞ്ഞ 2 ദിവസം രാത്രി ദൈവത്തിന് ഒരു കരുതലുണ്ട്. നിങ്ങൾക്കറിയാം, 12 മണി കഴിഞ്ഞ് 1 മണിയാകുമ്പോൾ പെട്ടെന്ന് ഷുഗർ പെട്ടെന്ന് കുറഞ്ഞു പോകും, പെട്ടെന്ന് പരവേശമാകും. എന്ത് ചെയ്യണമെന്ന് അറിയില്ല, പെട്ടെന്ന് പരവേശമായിട്ട് മാറാറുണ്ട്. അല്പോടെ താമസിച്ച് കഴിഞ്ഞാൽ താഴെ പോകും. കഴിഞ്ഞ പ്രാവശ്യം ഷുഗർ വന്നപ്പോ 36 ഉള്ളൂ. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോ പിന്നെ ഞാൻ ഇവിടെ നിന്നതായിരിക്കുന്ന വേറൊരു സാധനം എടുത്ത് കുടിച്ചപ്പോഴേ ഷുഗർ മേലോട്ട് കയറി വരുന്നില്ല. പിന്നെ ആ കുപ്പി മുഴുവൻ തീർത്തു. കാരണം ഷുഗർ മേലോട്ട് കയറി വരാൻ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുണ്ട്, പേടിയായി പോയി. ഞാൻ ചിന്തിക്കുകയാണ്, കഴിഞ്ഞ 2 ദിവസം ഞാൻ ബസ്സിൽ യാത്രയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബസ് യാത്ര ചെയ്തു. ഉറങ്ങിയില്ല, പകലുറങ്ങിയില്ല. രാത്രിയിൽ പകലിവിടെ വെളുപ്പിനെ വന്നപ്പോൾ 7:45 ഭക്ഷണം കഴിച്ചത്. 7:45 ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ വന്നു. അല്പസമയം ഒന്ന് ഉറങ്ങണം. 2 ദിവസത്തെ യാത്രയും ശരീരം ഭയങ്കര ക്ഷീണമാണ്. കിടക്കാൻ നോക്കിയിട്ട് ഒരു മാർഗമില്ല, ഫോൺ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. 10 മണിക്ക് ചുറ്റുമാകുന്ന കിടന്നതാണ്, പറ്റുന്നില്ല, ക്ഷീണം. പക്ഷെ ഫോൺ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. 12 മണിയായി. ഞാൻ ഫോൺ ഓഫാക്കി വെച്ചിട്ട് സൈലന്റ് ആക്കി വെച്ചു. അല്ലെ പിന്നെയും ഒന്ന് ഉറങ്ങാൻ പറ്റില്ല. നോക്കിയപ്പോ ആ ഒരു കിടപ്പ് കിടന്നു. ഉച്ചക്ക് ഭക്ഷണം കഴിച്ചില്ല. എഴുന്നേറ്റപ്പോ വൈകുന്നേരം അതിനിടയ്ക്ക് ബിന്ദു വിളിക്കുന്നുണ്ട്, ആരോഗ്യമോ വിളിക്കുന്നുണ്ട്. ഫോൺ സൈലന്റ് ആയിട്ട് അറിഞ്ഞില്ല. ഉണർന്നപ്പോൾ 7 മണിയായി. ഞാൻ ചിന്തിച്ചു, കർത്താവേ, ഷുഗർ താണില്ലേ? ഹല്ലേലൂയ. ഉറക്കത്തിലെങ്ങാനും ഷുഗർ താണിരുന്നെങ്കിൽ ബിന്ദുവിൽ ആരുമില്ല, ആരോട്ട് അറിയുകയില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കല കേൾക്കുന്ന സ്തോത്രം ചെയ്താട്ടെ. എത്രയോ പ്രാവശ്യം ഷുഗർ നിങ്ങളുടെ മുമ്പ് വെച്ച് ഷുഗർ താണിട്ടുണ്ട്. ഒരിക്കല് ഞാൻ ഷുഗർ താണിട്ട് പെട്ടെന്ന് ഇറങ്ങിയപ്പോ പെബിനും നമ്മുടെ കൊച്ച് നമ്മുടെ സോനും കൂടെയാണ് പെട്ടെന്ന് കയറി പിടിച്ചത്. മറിഞ്ഞ് അങ്ങോട്ട് വീഴുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത്, ദൈവത്തിന്റെ ഒരു കരുതലുണ്ട്, ദൈവത്തിന്റെ ഒരു കരുണയുണ്ട്. ആമേൻ. മറഞ്ഞിരിക്കുന്ന ഒരു കാലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതൊരു മാറ്റത്തിന്റെ കാലമാണ്. എന്റെ വാക്കിലൂടെ നിർത്തുകയാണ്. നിശബ്ദതയുടെ ഒരു കാലമുണ്ട്, അതൊരു മാറ്റത്തിന്റെ കാലമാണ്. കരച്ചിന്റെ ഒരു കാലമുണ്ട്, അത് മാറ്റത്തിന്റെ കാലമാണ്. എന്തിനാണ് ആ മാറ്റം? വരുവാനുള്ള കൊയ്ത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മാറ്റമാണ്. മരണകാലം ആരും കാണാത്ത കാലമാണ്. നിശബ്ദകാലം ആരും നിന്നെ ശ്രദ്ധിക്കാത്ത കാലമാണ്. കരച്ചിലിന്റെ കാലം നിനക്ക് മാത്രമുള്ള കാലമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാലും ദൈവം കാണുന്നത് വരാനിരിക്കുന്ന ഒരു കൊയ്ത്താണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ കണ്ണുനീര് ദൈവം ആമേൻ സന്തോഷത്തിന്റെ കൊയ്ത്താക്കി മാറ്റി. ഇന്ന് മണ്ണിനടിയിൽ കിടക്കുന്ന മറഞ്ഞ വിത്ത് പോലെ തോന്നുന്ന നിന്റെ ജീവിതം പോലും
ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സമയത്ത് അതിൽ വലിയൊരു ഉയർച്ചയായി മാറും, ഒരു മഹത്തായ ഫലമായി മാറും. ഇവിടെ വചനത്തിലൂടെ വായിക്കുന്നത്, എന്നാൽ ഞാൻ എന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുന്നു. ഇവിടെ ആദ്യം കാണുന്നത് സ്ഥിതി മാറ്റുന്ന ദൈവമാണ്. മനുഷ്യരെപ്പോഴും പറയുന്നു, ഒരു മാറ്റം എനിക്ക് വരില്ല, അവന് മാറ്റം വരില്ല, അവന്റെ കുടുംബത്തിന് മാറ്റം വരില്ല, അവന്റെ കുഞ്ഞുങ്ങൾക്ക് മാറ്റം വരില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇനി മാറ്റം വരില്ല, പഴയതിലെ താഴെ പോകും. ഒരിക്കലും കുടുംബം ഉയരില്ല, ഒരിക്കലും രോഗം മാറില്ല. പക്ഷെ ദൈവം സ്ഥിതി മാറ്റുന്ന ദൈവമാണ്. യോബിന്റെ ജീവിതത്തിൽ നോക്കുക, സമ്പത്ത് പോയി, ആരോഗ്യം പോയി, മക്കൾ പോയി, മാന്യത പോയി. എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് ദൈവം അവന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തി. ഇന്ന് യോബ് അവൻ എല്ലാവരും മറഞ്ഞ് ആരുടെ മുമ്പിൽ വെളിപ്പെടാനില്ലാതെ ചാരത്തിനകത്ത് മൂടി ഒരു ഓട്ട് കഷ്ണം പറക്കി വെച്ചിരിക്കുക. ഓട്ട് കഷ്ണവുമായിട്ട് ചിരണ്ടി പുഴുവിനെ എല്ലാം പറക്കി വെളിയിലേക്ക് കളയുമ്പോഴും യോബിനെ കുറിച്ച് പലരും പറഞ്ഞു, അവന്റെ ജീവിതം എന്നേക്കുമായിട്ട് അവസാനിച്ചു. ഏറ്റവും സൗന്ദര്യമുള്ള ഒരു രൂപം ദൈവം അവന് വേണ്ടി ഒരുക്കി, ഒരു മാറ്റം വരുത്തി പുറത്തു കൊണ്ടുവന്നത് പോലെ വൈരൂപ്യത്തെ മാറ്റി, പുഴുക്കളെ മാറ്റി, വർണ്ണത്തെ മാറ്റി, ദുർഗന്ധത്തെ മാറ്റി പുറത്തു കൊണ്ടുവന്നത് പോലെ ദൈവത്തിന്റെ കുഞ്ഞെ നിന്ന് ചാരത്തും വെണ്ണീറിലും ഇരിക്കുന്നത് പോലെ നീ കണ്ണുനീരോടെ ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ നിനക്ക് രൂപാന്തരത്തിന്റെ സമയമാണ്, മാറ്റത്തിന്റെ സമയമാണ്, നിനക്കൊരു ഉയർച്ചയുടെ സമയമാണ്, നിനക്കൊരു കൊയ്ത്തിന്റെ സമയമാണ്. നീ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക. മണ്ണിന്റെ ഇടയിൽ മറന്നു കിടന്നാലും ഈ മണ്ണിന്റെ അടിയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ദിവസങ്ങൾ വളരെ അടുത്തിരിക്കുകയാണ്. നീ വിശ്വാസത്തോട് പറ, എന്റെ ജീവിതം മാറും, എന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരും, എന്റെ സാഹചര്യത്തിന് വ്യത്യാസം വരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഒരുമിച്ച് ദൈവം ധ്യാനിപ്പാനും പ്രാർത്ഥിപ്പാനും ദൈവം സാവകാശം ദൈവം തന്നല്ലോ. നമുക്ക് കേൾക്കപ്പെട്ടിരിക്കുന്ന ദൈവവചനത്തെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട്